ഇപ്പോൾ നമ്മൾ സുമതി വളവിലേക്കാണ് പോകുന്നത്. ഇപ്പം സമയം ഏകദേശം 12 മണി കഴിഞ്ഞു. അർദ്ധരാത്രി സമയമാണ്. ഒരു കാട്ടുപന്നി ഇതാണ്ട് റോഡ് ക്രോസ് ചെയ്ത് പോയിട്ടുണ്ട്. പാലോട് വനത്തിനടുത്തുള്ള ഏരിയ ആയതുകൊണ്ട് കാട്ടുപന്നിയുടെ ശല്യം ഇവിടെ ധാരാളം ഉണ്ട്. പന്നി മാത്രമല്ല, ഈ കാട്ടി, മ്ലാവ്, കരടിയൊക്കെ വനത്തിൽ നിന്നും നാട്ടിലോട്ട് ഇറങ്ങാറുണ്ട്. കാട്ടിയുടെയും കാട്ടുപന്നിയുടെയൊക്കെ ആക്രമണത്തിൽ ധാരാളം ആക്സിഡൻറ്റും ഒക്കെ ഈയിടെ നടന്നിട്ടുണ്ട്. സമയം ഒരു 12:26 ആയി. നമ്മളിപ്പം പാലോട് എത്താറായിട്ടുണ്ട്. ഇവിടെ ധാരാളം തെരുവ് നായ്ക്കളുണ്ട്. അർദ്ധരാത്രി കഴിഞ്ഞാൽ റോഡിൽ ധാരാളം തെരുവ് നായ്ക്കളെയൊക്കെ നമുക്ക് കാണാൻ കഴിയും. പിന്നെ വനത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഭാഗ്യമുണ്ടെങ്കിൽ കാട്ടിയെയും കാട്ടുപന്നിയൊക്കെ കാണാൻ കഴിയും. സുമതി വളവിൽ മ്ലാവിനെയൊക്കെ ഇടയ്ക്ക് കണ്ടിട്ടുണ്ടായിരുന്നു. കരടിയൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇതുവരെ അങ്ങനെ അധികം ആരും കണ്ടിട്ടുണ്ടെന്നോ അധികം അപകടങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെന്നൊന്നും അങ്ങനെ പറഞ്ഞു കേട്ടിട്ടില്ല. ഉണ്ടെന്നൊരു അറിവ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ പാലോട് എത്തിയിട്ടുണ്ട്. നേരെ പോകുന്നത് തെങ്കാശിയിലോട്ടാണ്. അപ്പം നമുക്ക് പോവേണ്ടത് ലെഫ്റ്റിലോട്ടാണ്. പാലോട് വനം ഇന്നും തുടങ്ങുവാണ്. ഇവിടെ നിന്നൊരു മൈലമൂട് വരെ നല്ല 2 സൈഡിലും നല്ല വനമേഖലയാണ്. ഇവിടെയാണ് വന്യമൃഗങ്ങളൊക്കെ ഉള്ളതും. മൈലമൂട് എത്താറാവുന്ന ഏരിയയിലോട്ടാണ് സുമതി വളവ്. അതെന്ന് വെച്ചാൽ നല്ല അപകടം പിടിച്ച ഒരു വളവാണ്. അതുമാത്രമല്ല, അവിടെ ഒരുപാട് കെട്ടുകഥകളും മറ്റുമൊക്കെ ഈ സ്ഥലത്തെ ചുറ്റിപ്പറ്റി ഉണ്ട്. അതിൻ്റെയൊക്കെ യാഥാർത്ഥ്യം എത്രത്തോളം ഉണ്ടെന്ന് അറിയാനാണ് ഈ രാത്രി തന്നെ നമ്മളൊന്ന് പോയി നോക്കുന്നത്. ഞങ്ങളൊക്കെ കൊച്ചായിരുന്ന സമയത്ത് അമ്മൂമ്മയൊക്കെ ഈ സ്ഥലത്തെപ്പറ്റി ഒരുപാട് കഥകൾ പറഞ്ഞു തന്നിട്ടുണ്ട്. വളരെ പേടി തോന്നുന്നതും ഒക്കെ ഉള്ള കഥകളാണ് പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോൾ ചെറുപ്പത്തിൽ ഇവിടെ ഭയങ്കര പേടി സ്വപ്നമൊക്കെ ആയിരുന്നു. ഇതുവഴി യാത്ര ചെയ്യാനും ഒക്കെ പേടിയൊക്കെ ആയിരുന്നു. അപ്പോൾ പകലൊക്കെ നമ്മൾ ധാരാളം ഇതുവഴി യാത്ര ചെയ്തിട്ടുണ്ട്. ബസ്സിലും മറ്റുമൊക്കെ ആയിട്ട് യാത്രയൊക്കെ ചെയ്തിട്ടുണ്ട്. ധാരാളം വണ്ടികളും ഒക്കെ ഈ പകൽ സമയത്ത് ഇതുവഴി പോകാറുണ്ട്. പക്ഷേ രാത്രി ഇതാദ്യമായിട്ടാണ് യാത്ര ചെയ്ത് നോക്കുന്നത്. അത് ആ സമയത്ത് നേരത്തെ പറഞ്ഞ ധാരാളം വാഹനങ്ങളൊക്കെ പോകാറുണ്ടെങ്കിലും കൂടുതൽ അപകടങ്ങളും ഒക്കെ ഉണ്ടാകുന്നത് രാത്രി സമയങ്ങളിലാണ്. പിന്നെ ഇവിടെ വന്യമൃഗങ്ങളുണ്ടാക്കുന്ന റോഡ് അപകടങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഈ കാട്ടുപന്നി, മ്ലാവ്, കാട്ടി ഇതൊക്കെ രാത്രി സമയത്ത് കുറുക്കിന് ചാടി ഒത്തിരി ആക്സിഡൻറ്റും മറ്റുമൊക്കെ ഉണ്ടായിട്ടുണ്ട്. എനിക്ക് നേരിട്ടറിയുന്ന ഒരു സംഭവങ്ങളെന്ന് പറഞ്ഞാൽ എൻ്റെ അനിയനൊരിക്കൽ സുമതി വളവിൽ വെച്ചിട്ട് ബൈക്ക് ആക്സിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട്. അപ്പം 10 മണിക്ക് ശേഷം അതുവഴി കാറിൽ യാത്ര ചെയ്ത എൻ്റെ ഹസ്ബൻഡിൻ്റെ കാറിൽ ഈ ഇരുമ്പ് കമ്പി പോലൊരു സംഭവം പൊത്തുകയറി ടയർ പഞ്ചറായിട്ടുണ്ട്. പക്ഷെ അതിനുശേഷം ഒത്തിരി പേർക്ക് ഇതേ അനുഭവം ഉണ്ടായിട്ടുണ്ട്. ടയറിൽ ഓരോന്ന് കൊണ്ട് കയറി പഞ്ചറായി കിടക്കുന്ന അനുഭവം ഉണ്ടായിട്ടുണ്ട്. അവിടെയൊക്കെ ആ സമയത്ത് നൈറ്റ് പെട്രോളിങ്ങിന് പോലീസുകാർ വേണം. അവർ പറയുന്നത് മോഷണത്തിനൊക്കെ ആയിട്ട് ആരെങ്കിലും മനഃപൂർവ്വം ചെയ്യുന്നതാണെന്നാണ്. പിന്നെ ഇവിടെ പ്രചരിക്കുന്ന ഒരു കഥയെന്ന് പറഞ്ഞാൽ, പണ്ട് ഒരു സ്ത്രീയെ കുറച്ച് പേര് ചേർന്ന് കഴുത്തറുത്ത് കൊന്നിട്ട് ബോഡി വനത്തിലെന്ന് കരുതി കൊണ്ടിട്ടത് റോഡ് സൈഡിലായിരുന്നു. അപ്പോൾ നേരം വെളുത്തപ്പോൾ അവിടെ പോലീസുകാരും നാട്ടുകാരും ഒക്കെ വിവരം അറിയുകയും അത് കേസാകുകയും ഒരുപാട് പ്രശ്നങ്ങൾ അതിൻ്റെ പേരിലുണ്ടാവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സ്ത്രീയുടെ മരണത്തിന് ശേഷമാണ് ഇവിടെ ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ ഇനിയത്. ഇവിടെ ഒരു അപകട മേഖലയായതും ഇവിടെ കൂടുതൽ പ്രശസ്തമായതും ഈ സംഭവത്തിന് ശേഷമാണ്. അപ്പോൾ ഈ സുമതി എന്ന് പറയുന്ന സ്ത്രീയുടെ ആത്മാവാണ് ഇവിടെ അപകടങ്ങൾ ഉണ്ടാക്കുന്നതെന്നാണ് പൊതുവെ ഇവിടെ പ്രചരിക്കുന്ന കഥ. ഇരുട്ടത്താണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. തിരക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. വണ്ടിയുടെ വെട്ടമടിക്കുമ്പോൾ 2 സൈഡിലും യൂക്കാലിപ്റ്റസ് മരങ്ങളാണ് ഈ കാണുന്നത്. തരത്തിലൊരു വെള്ള ഷെയ്ഡുള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെട്ടമടിക്കുമ്പോൾ ആരോ വെള്ള വസ്ത്രം ധരിച്ച് നിൽക്കുന്നതായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. പെട്ടെന്ന് കാണുമ്പോൾ പേടിച്ചു. സുമതി വളവ് എത്താറായി. നമ്മളിങ്ങനെ ശ്വാസം അടക്കി പിടിച്ച് വലിയ ആകാംക്ഷയിൽ ഇങ്ങനെ ഇരിക്കുമോ, എന്തെങ്കിലും സംഭവങ്ങളുണ്ടാവുമോ, അപകടങ്ങളൊക്കെ സംഭവിക്കുമോ, ഏതെങ്കിലും വന്യമൃഗത്തിൻ്റെ ആക്രമണങ്ങൾ ഉണ്ടാവുമോ എന്നൊക്കെ ഇങ്ങനെ അറിയാനുള്ള ക്യൂരിയോസിറ്റിയിലിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ സമയം 12:30 കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ ഈ വളവിൽ കയറി കഴിഞ്ഞു. ഇവിടുത്തെ അന്തരീക്ഷമൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് പേടിയാവും. 2 സൈഡിലും നല്ല കുറ്റിയിരുട്ടും വല്ലാത്തൊരു അന്തരീക്ഷമാണ്. ചെറുതായിട്ടിങ്ങനെ ഒരു ഫോഗ് പോലെ ഇങ്ങനെ ഇവിടെ വരാറുണ്ട്. തണുപ്പും AC ഇടാതെ തന്നെ നല്ല തണുപ്പും ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. വണ്ടി വളരെ സ്ലോ ചെയ്താണ് ഈ വളവ് തിരിയാൻ പോകുന്നത്. ഓപ്പോസിറ്റൊന്നും വണ്ടികളോ ഒന്നും വരുന്നില്ല.
വളവ് പാസ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. പക്ഷേ പ്രതീക്ഷ പോലെ ഒന്നും സംഭവിച്ചില്ല. പേടിപ്പിക്കുന്നൊരു ഇൻസിഡൻറ്റോ ഒന്നും ഉണ്ടായിട്ടില്ല. ഒരു വന്യമൃഗത്തെ പോലും കണ്ടില്ല. നമ്മൾ തുടക്കത്തിൽ ഒരു കാട്ടുപന്നിയെ കണ്ടെങ്കിലും ഇവിടെ വന്ന ശേഷം വനത്തിലേക്ക് കയറിയ ശേഷം ഒന്നിനെയും കണ്ടില്ല. എന്തെങ്കിലുമൊക്കെ കാണാൻ പറ്റുമെന്ന് വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ ആ ഒരു കാര്യത്തിൽ നല്ല നിരാശയുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും വളവിലൂടെ കയറുന്ന സമയത്ത് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. നമ്മൾ ശ്വാസം അടക്കി പിടിച്ചാണ് ഇരുന്നത്, എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നതെന്ന്. പക്ഷേ നിരാശയാണോ എന്നാൽ സമാധാനമാണോ തോന്നുന്നതെന്ന് അറിഞ്ഞൂടെ. നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ ഒന്നും സംഭവിച്ചില്ല. എന്നാലും എന്തെങ്കിലുമൊക്കെ ഒരു ഇൻസിഡൻറ്റ് എക്സ്പ്ലോർ ചെയ്യാമെന്നൊരു താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഒന്നും നടന്നില്ല. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും.